ഗായ്സ്, അപ്പോൾ ഇന്ന് ജനുവരി 31 വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ എത്ര മണിയായിട്ടുണ്ട്? ഒരു 7:28 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ തൊട്ട് അറിഞ്ഞും കണ്ടും വിളിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും വിഷസ് ഞാൻ സ്വീകരിച്ചിരുന്നു ഇൻ ദ സെൻസ് എനിക്ക് കുറേ സന്തോഷമായിരിക്കുന്നു. അപ്പം കുറേ പേര് സമയം കളഞ്ഞ് അവരുടെ ബിസി ഷെഡ്യൂളിൽ പോലും അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും താങ്ക് യു. അപ്പം ഞാൻ എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എന്തുട്ടാണ് കിട്ടണില്ല ഗിവ് അവേൻ്റെ എന്താണ് ഒരാൾ ഒരു ജ്വല്ലറി സെറ്റ് കിട്ടണ ഒരാൾ. ഇത് സത്യത്തിൽ വലിയ സംഭവം അങ്ങനത്തെ ഇതൊന്നും അല്ല കേട്ടോ. ഇത് നിൽക്കുമ്പോഴത്തേക്കും ഗ്ലേസിങ് അടിക്കണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഉണ്ട് എന്ന് ആൾക്കാരെ അറിയണം. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഒരു എയിം. അതേപോലെ തന്നെ ഇത് പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോങ്ങണ്ട് പോലെ. അപ്പം അതേപോലെ തന്നെ ഇങ്ങനൊരു പേജ് ഉണ്ടെന്ന് അറിയണം. അതേപോലെ തന്നെ ഇങ്ങനെ ഇത്ര കളക്ഷൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട് എന്ന് അറിയണം. അതെന്തായാലും കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിനോട് DM ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ജ്വല്ലറി സെറ്റ് അവിടെ കിട്ടും. അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇതേപോലെ അവർ ചിലപ്പോൾ ഇനിയും ഗിവ് അവേ വെക്കുമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും ഇന്നത്തെ എനിക്കിപ്പം ഈ ഒരു ഗിവ് അവേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം, ഈ ഗിവ് അവേൻ്റെ ഇപ്പം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇപ്പം അതിൽ എല്ലാവർക്കും ഒന്നും എല്ലാം ചെയ്യാൻ പറ്റില്ല. കമൻറ്റ് ചെയ്തവരിൽ എന്താണ് അവരുടെ ഫ്രണ്ട്സ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റാഞ്ഞവരുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്തുട്ടാണ് ബാക്കി ഫോളോ ചെയ്യാൻ പറ്റാഞ്ഞൊരു സ്റ്റോറി ഇടാൻ മറന്നു പോയവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്ത ആരുമില്ല ഈ കൂട്ടത്തിൽ. എല്ലാം കൂടി ചെയ്ത ആരും ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒന്നോ രണ്ടോ പേരുണ്ട് എല്ലാം കൂടി ചെയ്ത്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റ് ടൈമല്ല, ഇപ്പം ആൾക്കാർക്ക് അറിയാനും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അതിനകത്ത് മിനിമം 2 റൂൾസ് ഫോളോ ചെയ്ത് അവരത്രയും പേരെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, അപ്പം ഞാൻ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിപ്പം മിറർ സൈഡ് ഞാൻ സെൽഫി ക്യാമറയിൽ എടുക്കുന്നത് തിരിഞ്ഞ് വരും. ഈ ഒരു 16 പേരാണ് എൻ്റെ അറിവിൽ. 16 പേരുടെ പേര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പേര് ഞാൻ ഇപ്പം തന്നെ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഞാനത് ലോട്ടിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പേരുകൾ ഞാൻ ഒന്ന് വായിക്കാം. ജെയ്സ്, അത് ഒരു ആന്തരിയാണ് കേട്ടോ ഈ കൂട്ടത്തിലുള്ള. ജെയ്സ് അമിയ എൻ്റെ ജൂനിയർ ആയിരുന്നു. ഗോപിക അതിൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൊച്ചായിരുന്നു. സുജാത എൻ്റെ ചിറ്റയാണ്. ചിറ്റി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വേറൊരു കാര്യം. മേരി റൂത്ത് എൻ്റെ അനിയത്തി, എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തി, ഇൻ ദ സെൻസ് എൻ്റെ അനിയത്തി. പിന്നെ ചിന്നു അതെൻ്റെ സ്വന്തം കുഞ്ഞിന് തൊട്ട് അറിയുന്നതാണ്. പിന്നെ അശ്വിനി കസിനാണ്. മനു ചിത്ര അത് ചേട്ടൻ, എൻ്റെ അങ്കിൾ, ഒരു യങ്ങസ്റ്റ് അങ്കിളാണ്. പിന്നെ അതേപോലെ കിങ്ങിണി, അശ്വതി എന്നാണ് പേര് കേട്ടോ. അപ്പം അശ്വതി ഇതാകാതിരിക്കാൻ വേണ്ടി ഞാൻ കിങ്ങിണി നിട്ടേക്കാണ്. അതും എൻ്റെ അനിയത്തിയാണ്. എലിസബത്ത് അതൊരു ചേച്ചിയാണ്. വാൻഡ്രിങ്ക്യൂൻ ഒരു ഫ്രണ്ടാണ്. ആ പുള്ളിയുടെ പേര് ഹരിത എന്നാണ്. അപ്പോൾ വേറൊരു ഹരിതയും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ വാൻഡ്രിങ്ക്യൂൻ നിട്ടു. പിന്നെ ഹരിത അതും കസിനാണ്. ഹിപ്പി ഡോട്ട് ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൻ്റെ പേര് ശരൺ എന്നാണ്. ഇതിലത്ത് 3 പേര് ആമ്പിള്ളേരായിട്ടുള്ളൂ. അതിലൊന്നാണ് ഈ ശരൺ. പിന്നെ അനീജ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ചേച്ചിയാണ്. പിന്നെ കെസിയ അതും അപ്പോളോയിൽ എൻ്റെ കൂടെ മുംബൈയിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ക്രിസ്ബിൾ എൻ്റെ ജൂനിയറാണ്. ഞാൻ പഠിച്ച സ്ഥലത്ത് എൻ്റെ ജൂനിയറാണ്. ഓക്കെ, ഈ അമിയും ക്രിസ്ബിൾ എൻ്റെ ജൂനിയേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പേരാണ്. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ആൾക്കാരെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇത് ഈ ഒരു ജ്വല്ലറി സെറ്റ് ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഇത്രയും പേര് എനിക്ക് പേഴ്സണലി അറിയുന്നവരാണ്. അപ്പം നമ്മളുടെ ഒരാൾക്ക് തന്നെ ഇത് പോകുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൂ. ഇപ്പം ഞാൻ ഭയങ്കര വലിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു, ഇത് ഭയങ്കര റീച്ചായിരുന്നു കാര്യങ്ങളായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നേനെ. ഇത്രയും കുറേ പേര് എഴുതേണ്ടി വന്നേനെ, ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്യേണ്ടി വന്നേനെ. പിന്നെ ഏതോ ഒരാൾക്ക് ആ ഗിഫ്റ്റ് പോകുന്നതിലും നന്നായിരുന്നു ഇത് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് താങ്ക് യു. ഞാനപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് ലോട്ട് എടുത്തിട്ട് അപ്പം തന്നെ കാണിക്കും. ഓക്കെ, കോള് ഇതിൻ്റെ ഇടയ്ക്കൊരു കോളൊക്കെ വന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യാണ്. ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് എല്ലാത്തിനും ഒരു പ്രൂഫ് വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഇതൊരു സ്ക്വയർ റെക്റ്റാങ്കിൾ അങ്ങനത്തെ ഒരു സംഭവത്തിൽ വരില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാത്തിനും പല അളവായിരിക്കും. എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ഇവിടെ ആരുമില്ല. അതുകൊണ്ടിട്ട് ഞാനതങ്ങ് വെട്ടുകയാണ്. അപ്പം അമീനെ വെട്ടി, സുജുവിനെ വെട്ടി, ചിന്നുവിനെ വെട്ടി. എൻ്റെ പിള്ളേർ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം കേട്ടോ. ഇൻ ദ സെൻസ് പട്ടി. ഓക്കെ, ഞാൻ കെട്ടിയിട്ടില്ല, ഇനി അത് പറയും. ഇത് ഞാൻ പല അളവിലാണ് വെട്ടണം. ഇതെന്താണ് പേര് അറിഞ്ഞാൽ പോരെ. എൻ്റെ പൊന്നെ പട്ടി ഷോ ആണ്. ഓക്കെ, അയ്യോ അത് വെച്ച് വലുതായി. ഇത്രയും വലുതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇത് വെട്ടിക്കളയാണ് ബോയ്സ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആർക്ക് കിട്ടിയാലും ഇതിൽ സന്തോഷമുള്ളൂ. എല്ലാം നമ്മൾ സ്വന്തമാണ്. അതുകൊണ്ടിട്ട് ഓക്കെ. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ വന്ന എല്ലാം കുറച്ച് വലുതാണ്. ഇപ്പോഴും എനിക്ക് കുറേ വിഷസ് വരുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു കേട്ടോ. എന്ന് വെച്ചാൽ അവർക്ക് ഓർക്കുന്നുണ്ടല്ലോ, ഇപ്പം സ്റ്റോറി കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റാറ്റസ് കണ്ടിട്ടാണെങ്കിലും എല്ലാവരും മെസ്സേജ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പം ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നോരോന്ന് ഇടുകയാണ്. 1 4 വട്ടം മടക്കുന്നുള്ളൂ എല്ലാം. എന്ന് വെച്ചാൽ ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് പിന്നെ ഒരു വട്ടം കൂടി, ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് പിന്നെ ഒരു വട്ടം കൂടി, ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് ഒരു വട്ടം കൂടി. പല അളവിലാണ് മടക്കണം, അതെന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് ഒരു വട്ടം കൂടി.
ഇതൊക്കെ 2x ഇട്ടിട്ട് വേണം ആ വീഡിയോയിൽ കയറ്റാനെന്ന് ഓർക്കുമ്പോൾ വേറെ ലോങ് വീഡിയോയുടെ സത്യത്തിൽ ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഒരാൾ ചോദിക്കുകയാണ് ഇത് നീ എങ്ങനെ ഇട്ടാൽ നമ്മളെങ്ങനെ അറിയും അങ്ങനെയൊക്കെ ചോദിച്ചാൽ, ഇത് ഞാൻ ഒരെണ്ണം തിരിച്ചിട്ട് കേട്ടോ, ഇതിലെനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പേര്. സോറി. അപ്പോൾ ഒന്നുകൂടി മറക്കട്ടെ, വേണ്ടല്ലേ. ഇപ്പോൾ റെഡിയാണ്. എന്നാലും ഇക്കാര്യം ഞാൻ കള്ളം കാണിക്കില്ല. എന്തിനാണ് ഞാൻ എന്തിനാണ് കള്ളം കാണിക്കുന്നത്? പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ ഗീവ് അവേയിലൊക്കെ ഓരോരുത്തർ കള്ളം നടത്താറുണ്ടെന്ന്. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പലരും എന്നോട് പറഞ്ഞത്. ഓക്കെ, ഇനിയൊരു 4-5 പേര് കഴിഞ്ഞു. അല്ല കേട്ടോ, 4 പേര് കൂടി. സത്യത്തിൽ ഇത് രാവിലെ എടുക്കണമെന്ന് വിചാരിച്ചു. രാവിലെ അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് എടുക്കണമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് എനിക്ക് ഒരൊറ്റ ദിവസമാണ് ഓഫ് കിട്ടണത്. എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഇന്നും കൂടി കിട്ടി. അപ്പം ഞാൻ ഇന്ന് ബാങ്കിലൊക്കെ കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ പോയിട്ട് ഉച്ചയായപ്പോൾ വന്ന് അറിയാതെ നോക്കി തല വെച്ചതുള്ളൂ, ഉറങ്ങി അങ്ങോട്ടേ സെറ്റ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം ഞാനത് അടച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാനെടുക്കാം കേട്ടോ. ഇന്ന് ഞാൻ ചരിച്ച് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൈയിടാനെളുപ്പത്തിന് ഒരെണ്ണം ഞാൻ എടുക്കുകയാണ്. പിന്നെ ആരാണോ എന്നോട് വേറെ ആരും പിണങ്ങരുത് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കയറ്റാം, അല്ല ഫോട്ടോസ്, അതിനകത്ത് ഇങ്ങനെ വലിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എടി അത് എനിക്ക് തരണേ, എനിക്ക് തന്നെ തരണേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഞാൻ കള്ളക്കളിയല്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഹരിത വൈഗ എന്ന് പറഞ്ഞിട്ടാണ്. സത്യമായിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇപ്പം എന്താണ് എല്ലാവരും പറയും ഇത് ചേച്ചിയാണ്, കസിനാണ്, ഇതിനകത്തുള്ള എല്ലാവരും എൻ്റെ സ്വന്തമാണ്. അപ്പോൾ ഇത് ഹരിത വൈഗയ്ക്കാണ് കേട്ടോ. താങ്ക് യു. നിങ്ങൾക്ക് ഇതിപ്പം ഇത് ഓൾറെഡി വിന്നർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും കള്ളം കാണിച്ചിട്ടുണ്ടോ അറിയാൻ വേണ്ടി അടുത്ത ഇത് ഞാൻ കാണിച്ചു തരാം. ജെയ്സ് എന്ന് പറയുന്നൊരു ചേട്ടൻ. ഇത് കാണുന്നുണ്ടോ ജെയ്സ് എന്നുള്ളത്? ഇതാണ് എൻ്റെ കൈ പറക്കുന്നത്. പിന്നെ അതെ വാൻഡറിങ് ക്വീൻ കണ്ട, എല്ലാവരുടെയും പേരുണ്ട്. ഞാൻ ഒരു ഇതും ചെയ്തിട്ടില്ല. ഇതാണ്ട് മനു ചിത്ര, പിന്നെ അമിയ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൂഫ് വേണ്ടോ ഈ ഫുൾ വീഡിയോ മൊത്തം കാണുക. ഓക്കെ, അപ്പം കൺഗ്രാറ്റുലേഷൻസ് ഹരിത വൈഗ. ഒത്തിരി സന്തോഷം. എന്താണ് അങ്ങോട്ട് തരുന്നതിലല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒക്കെ തന്നെ ആൾക്കാരുടെ കൈകളിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ആ കിട്ടിയതിന് സന്തോഷമായിരുന്നുള്ളൂ. അപ്പം താങ്ക് യു സോ മച്ച്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു. അപ്പോൾ ഇനി ഒരു ഗീവ് അവേ വെക്കാൻ ഞാൻ ഇതേപോലെ പറയാം. ഇനി അഥവാ എനിക്കിതേപോലെ ഇത്ര ഫോളോവേഴ്സൊക്കെ ആകുമ്പോൾ ഞാനും ചിലപ്പം ഗീവ് അവേ വെക്കും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. എന്താണ് താങ്ക് യു സോ മച്ച്. ബൈ.